അപ്പോൾ നിങ്ങൾക്ക് മേലാങ്കോട് ദേവീക്ഷേത്രത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ മേലാങ്കോട് ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള വഴിയെന്ന് പറയുന്നത് കരമന കളിയിക്കുള്ള ഹൈവേ. നിങ്ങൾ നാഗർകോവിൽ ബസ് കയറിയിട്ട് കുമാരകോവിൽ തന്നെ ഇറങ്ങണം. കുമാരകോവിലിൽ നിന്നാണ് നമുക്ക് മേലാങ്കോട് ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള വഴി വരുന്നത്. അതായത് കുമാരകോവിലേക്ക് നമ്മൾ തിരിഞ്ഞ് പോകണം, മേലാങ്കോട് ലെഫ്റ്റ് എടുത്ത് പോകണം, കുമാരകോവിൽ റൈറ്റ് എടുത്ത് പോകണം. അത്ര മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഇതാണ് കുമാരകോവിലേക്ക് പോകാനുള്ള എൻട്രൻസ്. നമ്മൾ ഈ ഒരു എൻട്രൻസിലൂടെ വേണം പോകാനായിട്ട്. ഇത് ബസ് സ്റ്റോപ്പും കൂടെയാണ്. ഈ ഒരു ബസ് സ്റ്റോപ്പിലാണ് നാഗർകോവിൽ ബസ് നിർത്തുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾ മേലാങ്കോട് പോകാനാണെങ്കിൽ ഓട്ടോ പിടിക്കേണ്ടി വരും. കുമാരകോവിൽ പോകാനാണെങ്കിൽ നിങ്ങൾക്ക് ബസ് വരും. ഈ നേരെ കാണുന്നിടത്തുനിന്ന് ലെഫ്റ്റ് എടുത്ത് പോകുന്നതാണ് മേലാങ്കോട് ദേവീക്ഷേത്രം. ഇങ്ങോട്ടാണ് മേലാങ്കോട് ദേവീക്ഷേത്രം. ഈ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്ക് മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അതായത് ശിവാലയോട്ടത്തിന് പോകുമ്പോൾ കയറുന്ന 12 ശിവക്ഷേത്രങ്ങളിൽ ഒരു ശിവക്ഷേത്രവും ഈ ഒരു ദേവീക്ഷേത്രത്തിൻ്റെ കൂടെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആ ശിവക്ഷേത്രം കയറി തൊഴുതതിന് ശേഷം മാത്രമേ ഈ ദേവീക്ഷേത്രത്തിലേക്കും പോകാൻ പറ്റുള്ളൂ. അപ്പോൾ 3 ക്ഷേത്രങ്ങളുള്ള ഒരു അമ്പലം, അല്ലെങ്കിൽ ഒരമ്പലമല്ല 3 ക്ഷേത്രങ്ങളുള്ള ഒരു ക്ഷേത്രമാണെന്ന് നമുക്കങ്ങനെ പറയാം. അതായത് മേലാങ്കോട് ദേവീക്ഷേത്രം എന്ന് പറയുന്നത് പൊതുവെ 3 ക്ഷേത്രമായിട്ട് അവിടെ ഉണ്ട്. അതായത് ശിവൻ്റെ ക്ഷേത്രം, പിന്നെ 2 ദേവിമാരുടെ ക്ഷേത്രങ്ങളാണ് അവിടെ പ്രധാനമായിട്ടുള്ളത്. അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. എനിക്ക് അങ്ങോട്ട് വണ്ടി കയറ്റി വിടത്തില്ല, അപ്പോൾ ഞാൻ ഇവിടെ വച്ചു. കാരണം നല്ല തിരക്കാണ്. ഇന്ന് ആടിച്ചൊവ്വ ആയതുകൊണ്ട് തന്നെ അവിടെ നല്ല തിരക്കാണ്. അപ്പോൾ ഞാനിങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഈ നേരെ കാണുന്ന മലയും ആ ഒരു ചുറ്റുമൊക്കെ നല്ല രസമാണ്. അത് അവിടെ പോയി തന്നെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. ഈ ഒരു അമ്പലത്തിൽ അധികം ഞാൻ ഈ വേറെ അമ്പലത്തിലൊന്നും കിട്ടാത്തൊരു ഫീലാണ് നമുക്ക് ഇവിടെ ഈ ഒരു അമ്പലത്തിലേക്ക് വരുമ്പോൾ കിട്ടുന്നത്. ചെന്നൈയിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. പൊതുവെ തമിഴ്നാട്ടിൽ നല്ല ഫേമസ് ആണ് ഈ മേലാങ്കോട് ക്ഷേത്രം. കേരളത്തിൽ നമുക്കിവിടെ അറിയാം, എന്നാലും നേരത്തെ നമ്മുടെ കേരളമായിരുന്നു ഈ ഒരു ക്ഷേത്രം ഇരുന്നത്. ഇപ്പോൾ കംപ്ലീറ്റ് തമിഴ്നാടായിട്ട് മാറിയിട്ടുണ്ട്. ആദ്യം കാണുന്നതാണ് ചെമ്പകവല്ലി ദേവീക്ഷേത്രം. എന്നാൽ ചെമ്പകവല്ലി ദേവീക്ഷേത്രത്തിലേക്ക് ഇതുവഴിയല്ല പോകാനുള്ളത്. ഇത് എക്സിറ്റ് ആവുന്ന, അതായത് പുറത്തു വരുന്ന വഴിയാണ്. ഫസ്റ്റ് നേരെ ആ ശിവക്ഷേത്രത്തിൽ പോയി ശിവനെ ചുറ്റിയിട്ട് വേണം ഈ ദേവീക്ഷേത്രത്തിലേക്ക് വരാൻ. കാരണം അകത്തൂടെ നല്ല വഴിയുണ്ട്, അല്ലെങ്കിൽ അകത്തൂടെ വേണം വരാനായിട്ട്. അപ്പോൾ ശിവനെ ചുറ്റാൻ വേണ്ടി പോകുന്നതെന്ന് പറയുന്നത് ശിവൻ്റെ അമ്പലമാണ് നമ്മൾ ചുറ്റുന്നത്, അല്ലാതെ ശിവലിംഗമല്ല. ഈ ഒരു അമ്പലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, അതായത് ഈ ഒരു അമ്പലത്തിലിരിക്കുന്ന ശിവലിംഗത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഉള്ളിലാണ് ശിവലിംഗം ഇരിക്കുന്നത്. അതായത് പൊതുവെ എല്ലാ അമ്പലങ്ങളിലും ശിവലിംഗം നമുക്ക് കാണാൻ പറ്റും കുറച്ച് അടുത്തെങ്കിലും. എന്നാൽ ഇത് ഈ അമ്പലത്തിൻ്റെ ഏറ്റവും അങ്ങേ അറ്റമാണ് ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് വെളിയിൽ നിന്ന് കുറേ ദൂരെ ഇരിക്കുന്നൊരു ശിവലിംഗവും അതോടൊപ്പം അകത്താണ് നന്ദി ഇരിക്കുന്നത്, പുറത്തല്ല. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു അമ്പലത്തിൽ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഉച്ച ആയതുകൊണ്ട് നട അടച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു ശിവക്ഷേത്രത്തിൻ്റെ ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി, എൻ്റെ ശിവാലയോട്ടത്തിൻ്റെ വീഡിയോയിൽ കാണാൻ പറ്റും. ആ ഒരു ഇതിൽ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഡെഡിക്കേറ്റഡ് വീഡിയോ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ നല്ല തിരക്കാണ്. അല്ലാത്ത ദിവസങ്ങളിൽ ഇവിടെ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വന്ന്, അതായത് നല്ല ഇതേപോലെ നിന്ന് തൊഴാൻ പറ്റും. കുറച്ച് പേര് എൻ്റെ ഫ്രണ്ടിലൂടെ നടന്നു പോകുന്നുണ്ട്. അവർ പോയിട്ട് തിരിയുന്ന ആ ഒരു, അതായത് അവർ പോയിട്ട് ലെഫ്റ്റിലോട്ട് തിരിയുന്ന ആ വഴിയാണ് ചെമ്പകവല്ലിയമ്മ ക്ഷേത്രത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു അമ്പലത്തിലേക്ക് നമ്മൾ പോകുന്നത്. തൊട്ട് ഫ്രണ്ടിലായിട്ട് നാഗരുടെ നടയുണ്ട്. ആ നടയിലും കൂടെ പോവേണ്ടതുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും അങ്ങോട്ടൊന്ന് പോവാം. ചേച്ചി അനിയത്തി ദേവിമാരാണെന്നാണ് സങ്കല്പം ഈ ഒരു 2 ക്ഷേത്രത്തിലേക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്ഷേത്രത്തിലേക്ക്, ദേവീക്ഷേത്രത്തിലേക്ക് പോകാം. ചെമ്പകവല്ലി അമ്മയാണ് ഈ ഒരു ക്ഷേത്രത്തിലെ മെയിൻ പ്രധാന പ്രതിഷ്ഠ. അതിനുശേഷം കുലശേഖര തമ്പുരാനും ഉണ്ട്.
പിന്നെ വടിവുച്ചി അമ്മയുണ്ട്. 3 ഇത് ഒരുക്കി വച്ചേക്കുന്നത് അടിപൊളിയായിട്ടാണ്. അതുമാത്രമല്ല, ഇതാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. ഇത് മീൻസ് ഈ ഒരു ബിംബങ്ങൾ അല്ലെങ്കിൽ പ്രതിമകൾ, നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ നമ്മൾ പ്രതിമ നേരാറുണ്ടെന്നാണ് പറയുന്നത്. ഈ പ്രതിമയിലൂടെ നമുക്ക് വരാനുള്ള അസുഖങ്ങളും കാര്യങ്ങളെല്ലാം മാറി കിട്ടുമെന്നും കരുതപ്പെടുന്നു. ചെമ്പകവല്ലി അമ്മ ദേവീക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി നേരെ ഇനി തങ്കച്ചിയമ്മ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ഈ ഒരു ക്ഷേത്രത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ആടിച്ചൊവ്വയായിട്ട് ഇപ്പോൾ ഇവിടുത്തെ ആടിച്ചൊവ്വ മഹോത്സവം നടക്കുന്നത്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ തിരക്ക് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. കാരണം വെളിയിൽ ആൾക്കാർ നിൽക്കുന്നു. സാധാരണ ദിവസങ്ങളിലൊന്നും ഇവിടെ ആരും കാണാറില്ല ഈ ഒരു ക്ഷേത്രത്തിൽ. ഞാൻ ചുമ്മാ നല്ല ഫ്രീ ആയിട്ട് വന്ന് കുറേ സമയം ഈ ഒരു ക്ഷേത്രത്തിൽ നിന്ന് തൊഴുതിട്ടുണ്ട്. അപ്പം മേലാങ്കോട് തങ്കച്ചി അമ്മ എന്നാണ് ഈ ഒരു ദേവിയെ പറയുന്നത്. അതായത് തങ്കച്ചി എന്ന് പറയുമ്പോൾ അനിയത്തി, അതായത് അങ്ങനെയാണ് പറയുന്നത്. മേലാങ്കോട് തങ്കച്ചി അമ്മ ക്ഷേത്രം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ക്ഷേത്രത്തിന് അകത്തോട്ടൊന്നും കയറാൻ പറ്റിയിട്ടില്ല. ഇതാണ് നിങ്ങൾക്ക് ആ ഒരു ക്ഷേത്രത്തിൻ്റെ തൊട്ട് ഫ്രണ്ട് നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ആംബിയൻസ്. പിന്നെ ഈ ക്ഷേത്രത്തിനകത്ത് തുളസിയുടെ, ദേവിക്ക് ചാർത്തിയ തുളസിയുടെ പൂവുകൾ എനിക്ക് കിട്ടിയായിരുന്നു. ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് കിട്ടി. പിന്നെ ചെണ്ടമേളം ക്ഷേത്രത്തിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാനതെല്ലാം ഇങ്ങനെ ആസ്വദിച്ച് ദേവിയെ ഇപ്പം തൊഴാൻ പറ്റും എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഞാൻ ചെണ്ടമേളം നിങ്ങൾക്ക് കുറച്ച് കാണിച്ചു തരാം. ആ ഒരു തിരക്കിൽ നിന്നപ്പോൾ പെട്ടെന്നൊരു വിളി കേട്ടു. അങ്ങോട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു ചേച്ചി അവിടെ നിന്ന് തുള്ളുന്നു. അതായത് ആ ചേച്ചി എനിക്ക് തോന്നുന്നു ദേവി അനുഗ്രഹിച്ചെന്ന് പറഞ്ഞ് തുള്ളുന്നതാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ പൊതുവെ ഇതിപ്പോൾ ഇങ്ങനെ ഈ തുള്ളലും ബഹളമൊന്നും ഞാൻ അധികം കണ്ടിട്ടില്ല. ഇടയ്ക്ക് ചോറ്റാനിക്കര പോയപ്പോൾ ഞാനിങ്ങനെ ആവാഹിച്ച് അല്ലെങ്കിൽ അനുഗ്രഹിച്ച് തുള്ളുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു ചേച്ചി അവിടെ നല്ല രീതിയിൽ ബഹളമൊക്കെ ഉണ്ടാക്കിയാണ് തുള്ളുന്നത്. പെട്ടെന്ന് ഞാൻ പേടിച്ചു പോയി. ഒരു സൗണ്ടൊക്കെ ഉണ്ടാക്കി അവിടെ നിന്ന് അങ്ങനെ തുള്ളുന്നതാണ് ഈ ചെണ്ടമേളത്തിൻ്റെ തൊട്ടടുത്ത്. ഇനി നേരെ കയറി പോകുമ്പോൾ, അതായത് ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നുഴഞ്ഞ് കയറുമായിരുന്നു, അല്ലാതെ പറ്റുന്നില്ല. കാരണം അത്ര തിരക്കാണ്. അകത്തോട്ട് കയറിയ ആൾക്കാർ ആരും അവിടെ നിന്ന് ഇറങ്ങുന്നുമില്ല. അപ്പോൾ ഒരുവിധം അതിൻ്റെ സൈഡിൽ കൂടെ ദേവിയെ തൊഴാനായിട്ട് പോകുന്നുണ്ട്. ഒരുപാട് പേര് ഫോണും പിടിച്ച് വീഡിയോ എടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാനും ദേവിയെ വീഡിയോ എടുത്തത്. അല്ലാതെ ദേവിയുടെയൊക്കെ വീഡിയോ എനിക്ക് തോന്നുന്നു കേരളത്തിൽ നമുക്ക് അനുവദിക്കത്തില്ല. കേരളത്തിലൊന്നും, തമിഴ്നാട്ടിലാണ്ടൊക്കെ അത് പ്രശ്നമില്ലെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് പേര് വരുന്ന ദേവിയുടെയും ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠയുടെയൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നു. ചെണ്ടമേളമൊക്കെ ആണെങ്കിൽ ഓക്കെ. ആ ഒരു ക്യൂവിൽ ദേവിയുടെ അടുത്ത് തന്നെ ഒരുപാട് പേര് മൊബൈലും പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ കണ്ടായിരുന്നു. ഇതോ എൻ്റെ തൊട്ട് ഫ്രണ്ടിലൊരു ചേട്ടൻ മൊബൈലും കൊണ്ട് നിൽക്കുന്നുണ്ട്, വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും റീലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും എടുക്കാമെന്ന് വെച്ചു. ദേവിയെ കാണാൻ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഈ ഒരു ക്ഷേത്രത്തിൽ 3 നടയാണുള്ളത്. അതായത് നമ്മൾ തൊട്ട് മുമ്പേ ചേച്ചിയമ്മയെ കണ്ട പോലെ തന്നെയാണ് ഇവിടെ അനിയത്തിയമ്മ. ഇത് ഇസക്കി അമ്മൻ എന്ന് പറയും. ഇസക്കി അമ്മൻ തമിഴ്നാട്ടിൽ വളരെ ഫേമസ് ആയ, അല്ലെങ്കിൽ വളരെ തമിഴ്നാട്ടിൽ ഒരുപാട് അമ്പലങ്ങളുള്ള ഒരു ദേവി തന്നെയാണ് ഇസക്കി അമ്മൻ. അപ്പോൾ ഇസക്കി അമ്മൻ്റെ മെയിൻ നടയാണ് ഈ ഒരു തങ്കച്ചിയമ്മ എന്ന് പറയുന്നത്. പിന്നെ കുലശേഖര തമ്പുരാനും ഉണ്ട് ഈ ഒരു ക്ഷേത്രത്തിൽ. 3ാമത് ഈനാച്ചി അമ്മയാണെന്ന് തോന്നുന്നു. എന്തായാലും ഞാനത് കൺഫേം ചെയ്തിട്ട് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയാം. എന്തായാലും ഈ ഒരു അമ്പലത്തിൻ്റെ സ്റ്റോറിയല്ല ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. അങ്ങനെ 3 നടയാണ് ഈ ഒരു ക്ഷേത്രത്തിൽ പ്രധാനമായിട്ടുള്ളത്. ഈ ഒരു ക്ഷേത്രത്തിൽ വന്നിട്ട് ആരും മൂവ് ചെയ്യുന്നില്ല. ഞാനവിടെ കുറേ നേരമായി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയത്. പിന്നെ ദേവിയുടെ നടയിലല്ലേ, എനിക്ക് പുറത്തിറങ്ങാനും പറ്റുന്നില്ല. അവിടെ തന്നെ അങ്ങ് നിന്ന് മാക്സിമം ദേവിയെ കണ്ടുകൊണ്ടിരുന്നു. കാരണം ഇവർ ഒരുക്കി വച്ചിരിക്കുന്നത് ഇന്ന് മാത്രം, അതായത് ഈ ഒരു ഉത്സവത്തിന് മാത്രമേ ഇത്ര അടിപൊളിയായിട്ട് ഒരുക്കി വച്ചേക്കത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു ക്ഷേത്രത്തിലെ 2ാമത്തെ ദേവിയുടെ നട. കുലശേഖര തമ്പുരാൻ
തന്നെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇത് മറ്റൊരു ദേവിയുടെ നടയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒരു സൗണ്ട് കേട്ടിട്ട് പുറത്തോട്ടിറങ്ങിയിട്ട് അകത്തൊന്ന് മാറി. അപ്പോൾ അവിടെ ഒരുപാട് പേര് തുള്ളുന്നു. അതായത് നേരത്തെ ഒറ്റ ചേച്ചി മാത്രമായിരുന്നു നേരത്തെ അവിടെ അങ്ങനെ തുള്ളുന്നത് ഞാൻ കണ്ടായിരുന്നു. ഇനി കുറച്ച് ഇങ്ങോട്ട് നീങ്ങിയപ്പോഴത്തേക്കും ഒരുപാട് പേര്, അതായത് ചുമ്മാ നിൽക്കുന്നവരൊക്കെ തുള്ളുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു. കാരണം എൻ്റെ അടുത്ത് നിൽക്കുന്നവരും ഇനി തുള്ളാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ആ നടുക്കൊരു ചേച്ചി കിടന്ന് തുള്ളുന്നുണ്ടല്ലേ, അത് നല്ല വയലൻ്റ് പോലെ ആയിരുന്നു. കാരണം തലയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ച് ഞാൻ ടോട്ടലി പേടിച്ചു പോയി. നല്ല രീതിയിൽ ഞാനങ്ങ് പേടിച്ചു പോയി. കാരണം ഞാൻ വിചാരിച്ച ചേച്ചിയുടെ തല അവിടെ എവിടെയെങ്കിലുമൊക്കെ ഇടിക്കുമെന്നാണ് വിചാരിച്ചത്. കാരണം കുറച്ച് ബാക്കിയുള്ളവരൊക്കെ സമാധാനത്തിലാണ് തുള്ളുന്നതെങ്കിൽ ഈ ചേച്ചി കുറച്ച് കൂടുതലായിട്ട്, അതായത് നല്ല രീതിയിൽ കുഴഞ്ഞു വീഴുന്ന പോലെയൊക്കെയാണ്. അപ്പോൾ പിന്നെ അധിക സമയം എനിക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ തോന്നിയില്ല. കാരണം എനിക്കിതൊക്കെ കണ്ടപ്പോൾ ഒരു പേടി തോന്നി. അങ്ങനെ ഞാൻ പിന്നെ ദേവിയെ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇറങ്ങി. കാരണം ഇനി എൻ്റെ അടുത്തിരിക്കുന്ന ഏതെങ്കിലും ചേച്ചി ഇതേപോലെ തുള്ളാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് ഞാൻ അമ്മയെ പ്രാർത്ഥിച്ച് അങ്ങ് ഇറങ്ങിയായിരുന്നു.